ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ദീർഘകാലം അടച്ചിട്ടിരുന്ന വടക്കാഞ്ചേരി വിരിപ്പാക്ക തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ നവീകരണത്തിന് ശേഷം പ്രവർത്തനം പുനരാരംഭിച്ചു. മില്ലിന്റെ പുനഃപ്രവർത്തന ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. കേന്ദ്രം പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അവയെ സംരക്ഷിച്ച് ലാഭകരമാക്കുകയാണ് കേരളത്തിന്റെ നയമെന്ന് മന്ത്രി പറഞ്ഞു. വിരിപ്പാക്കയിലെ തൃശൂർ സഹകരണ സ്പിന്നിംഗ് മില്ലിന് ഇനി പുതിയ പ്രതീക്ഷകളുടെ കാലം. ദേശീയ സഹകരണ വികസന കോർപ്പറേഷന്റെ ധനസഹായത്തോടെ 29.98 കോടി രൂപ ചെലവഴിച്ച് നവീകരണം പൂർത്തിയാക്കിയ മില്ലാണ് തിങ്കളാഴ്ച മുതൽ സജീവമായത്. ടെക്സ്റ്റൈൽ മേഖലയിൽ ആഗോള പ്രതിസന്ധിയും പ്രവർത്തന മൂലധനത്തിന്റെ കുറവ് മൂലം ദീർഘകാലം ലേ ഓഫിലായിരുന്ന മിൽ തുറന്നത് നൂറുകണക്കിന് തൊഴിലാളികൾക്ക് ആശ്വാസമായി. പുനഃപ്രവർത്തനത്തിന്റെ സമാരംഭത്തിന്റെ ഭദ്രദീപം തെളിയുകയാണ്. ഇന്നു മുതൽ തൃശൂർ സഹകരണ സ്പിന്നിംഗ് മില്ല് പുതിയൊരു യുഗപ്പിറവിക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഉൽപാദനക്ഷമതയുടെയും ഗുണനിലവാരത്തിന്റെയും ചിറയിലേറി ഉയരങ്ങളിലേക്ക് പരന്നു വീഴാൻ തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ തയ്യാറെടുക്കുകയാണ്. അപ്പൊ ആ വിലയ്ക്ക് കോട്ടൺ വാങ്ങി ഉൽപാദനം നടത്തിയാൽ എത്ര ഉൽപാദനം കൂടുന്നോ അത്രയും നഷ്ടം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഗവൺമെന്റ് പുതിയൊരു കാഴ്ചപ്പാട് രൂപീകരിച്ചു. കോട്ടൺ ബോർഡ് നമ്മൾ 70 കോടി വായ്പയൊക്കെ വാങ്ങി അതിനകത്ത് 10 കോടി ഗവൺമെന്റ് ആദ്യം അനുവദിച്ചു. ആ പണം ഉപയോഗിച്ച് കോട്ടൺ സീസണിൽ തന്നെ വാങ്ങിക്കുക. ഗവൺമെന്റിൽ നിന്ന് പണമൊക്കെ വരാൻ സമയമെടുക്കും. അത് വാങ്ങിച്ചിട്ട് മില്ലുകൾ കൊടുക്കും. ഇവിടെ ഇപ്പോ 3 മാസത്തേക്കുള്ള 2.5 കോടി രൂപയുടെ കോട്ടൺ ബോർഡ് വഴി എത്തിച്ചിട്ടാണ് ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. അല്ലാതെ മണ്ണിൽ കൊണ്ട് വിമാനം ഇറങ്ങുന്ന പണിയല്ലത്. മനസ്സിലായി? മണ്ണിൽ കൊണ്ടിട്ട് എവിടെ ഇറങ്ങുന്ന വിമാനം കൊണ്ടിറങ്ങിയിട്ട് വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യണ പോലെ അല്ലത്. ഇവിടെ കറണ്ട് ഉണ്ടായില്ല, അതിനുള്ള HT കണക്ഷൻ പുനഃസ്ഥാപിച്ചു. അതുപോലെ 3 മാസത്തേക്കുള്ള പഞ്ഞി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പഞ്ഞി നൂലായി മാറും. നൂല് നിങ്ങൾ വിൽക്കും. നൂല് വിൽക്കുമ്പോൾ കാശ് കിട്ടും. കാശ് കിട്ടുമ്പോൾ ചിറ്റിലപ്പള്ളി പറയും അത് നേരെ തൊഴിലാളിക്ക് കൊടുത്തോളാൻ പറഞ്ഞു. അത് മുഴുവൻ കൊടുത്താൽ പിന്നെ മേപ്പോട്ട് നോക്കിയിരിക്കുന്നത്. മിൽ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ എന്നിവർ വിശിഷ്ട അതിഥികളായി. തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽസ് ചെയർമാൻ ഡോക്ടർ KS കൃപകുമാർ, BPT എക്സിക്യൂട്ടീവ് ചെയർമാൻ K അജിത് കുമാർ, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ശാന്ത ഉണ്ണികൃഷ്ണൻ, മാനേജിംഗ് ഡയറക്ടർ എബി തോമസ്, ഡയറക്ടർ NK പ്രമോദ് കുമാർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ആധുനിക യന്ത്ര സാമഗ്രികൾ സ്ഥാപിച്ചതോടെ മില്ലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും വിപണിയിൽ മികച്ച മുന്നേറ്റം നടത്താനും സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. You are watching VCV News.